ഹായ് ഫ്രണ്ട്സ്, സുമ ലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിവിടെ അവിയൽ കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനായി ഒരു ഉരുളി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങളാണ് പയറും ക്യാരറ്റും ചേനയും ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായയും നേന്ത്രക്കായയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് 3/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. പച്ചക്കറികളിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് കഷ്ണം നന്നായി വേവും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണത്തിലെ വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു 3/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, 7 ചുവന്നുള്ളിയും ഒരു 10 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും 10 കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 3/4 ഭാഗം വെന്ത കഷ്ണത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർക്കുന്നുണ്ട്. തൈരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അവിയൽ കറി റെഡിയായി. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.